നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കെ ശൈലജയെ തോൽപ്പിക്കാൻ തന്നെയാണ് പേരാവൂരിൽ നിർത്തിയത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കരുത്തുണ്ടെങ്കിൽ ജയിച്ചു വരട്ടെ എന്നാണ് പിണറായി പറഞ്ഞത്. മട്ടന്നൂർ സുരക്ഷിത മണ്ഡലമാണെന്നും അവിടെ ജയിക്കേണ്ട ഒരാളെ മത്സരിപ്പിച്ചുവെന്നുമാണ് പിണറായി പറയുന്നത്. 60,963 വോട്ടുകളുടെ റെക്കോർഡ് ഭൂരിപക്ഷം നൽകിയാണ് അന്നത്തെ ആരോഗ്യമന്ത്രി കെ ശൈലജയെ മട്ടന്നൂരുകാർ നിയമസഭയിലേക്ക് അയച്ചത്. പിണറായി സർക്കാരിലെ ഏറ്റവും മികച്ച മന്ത്രിയായിട്ടും രണ്ടാം പിണറായി സർക്കാരിൽ ശൈലജയ്ക്ക് അവസരം ലഭിച്ചില്ല. MLA മാത്രമായിരുന്ന 5 വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ മത്സരിക്കാൻ മട്ടന്നൂർ സീറ്റ് കയ്യിലില്ല. പാർട്ടി കോട്ടയ്ക്ക് പകരം ശൈലജയെ നിയോഗിച്ചിരുന്നത് പേരാവൂർ മണ്ഡലത്തിലാണ്. പേരാവൂരിൽ നിന്ന് 2006 വിജയിച്ച ശൈലജ 2011 ഇതേ മണ്ഡലത്തിൽ നിന്ന് പരാജയം രുചിച്ചിരുന്നു. 2016 മത്സരിച്ചത് കൂത്തുപറമ്പിൽ നിന്നായിരുന്നു. ഇത്തവണ പേരാവൂരിലേക്ക് അയച്ചത് ശൈലജയെ പരാജയപ്പെടുത്തി ഒതുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് എന്ന വിമർശനം ശക്തമാണ്. ഈ വിമർശനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയിരിക്കുന്ന പ്രതികരണമാണ് ശ്രദ്ധേയമാകുന്നത്. ശൈലജയെ മുഖ്യമന്ത്രിയാക്കുമെന്ന കാര്യം ഇപ്പോൾ പറയാനാകില്ലെന്നും അതിന് കാരണം മുൻകൂട്ടി മുഖ്യമന്ത്രി നിശ്ചയിക്കുന്ന പതിവ് പാർട്ടിക്കും മുന്നണിക്കും ഇല്ല എന്നതുമാണ് പിണറായി പറഞ്ഞത്. കെ ശൈലജയെ ഒതുക്കുന്നതിന് വേണ്ടിയാണ് പേരാവൂരിലേക്ക് അയച്ചത് എന്ന പ്രചരണം ശരിയല്ല എന്നും പിണറായി പറയുകയാണ്. രണ്ടാം സർക്കാരിൽ ശൈലജയെ ഉൾപ്പെടുത്താത്തത് പാർട്ടി കാലങ്ങളായി സ്വീകരിച്ചു വരുന്ന അച്ചടക്കത്തിന്റെയും ടേം വ്യവസ്ഥകളുടെയും ഭാഗമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മണ്ഡലത്തിൽ നിന്ന് മാറ്റിയതിന് പിന്നിലുള്ളതും പാർട്ടി രീതിയാണ്. ശക്തി കേന്ദ്രങ്ങളിൽ ഒരു പുതിയ സ്ഥാനാർത്ഥിയെ നിർത്തി വിജയിപ്പിക്കുക പാർട്ടിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. എന്നാൽ ചില മണ്ഡലങ്ങളിൽ വിജയിക്കാൻ വ്യക്തി മികവ് കൂടി ആവശ്യമായി വരും. അതിനാലാണ് പേരാവൂരിലേക്കുള്ള മാറ്റമെന്നും പിണറായി പറയുന്നു. അതായത് ശൈലജ ഒരു നേർച്ചക്കോഴിയാണ് എന്ന് ചുരുക്കം. എങ്കിൽ ധർമ്മടം എന്ന ഉറപ്പുള്ള സീറ്റിൽ നിന്നും പിണറായി മാറി നിൽക്കാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യവും ചില CPM പ്രവർത്തകരെങ്കിലും ചോദിക്കുന്നുണ്ട്. കെ ശൈലജയ്ക്ക് പകരം VK സനോജ് എത്തുമ്പോൾ മട്ടന്നൂരിൽ CPMന് വെല്ലുവിളികൾ ഏറെയാണ്. എന്തിന് ശൈലജയെ മാറ്റി? പ്രചാരണ യോഗങ്ങളിൽ ഈ ചോദ്യത്തിന് ഉത്തരം നൽകണം. 60,963 വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് കെ ശൈലജ മട്ടന്നൂരിൽ ജയിച്ചത്. ആ ഭൂരിപക്ഷം നിലനിർത്തുകയാണ് സനോജിന്റെ ആദ്യ ദൗത്യം. യുവാവായ VK സനോജിനെ നിർത്തുന്നതിലൂടെ പാർട്ടിയിലെ യുവാക്കൾ വലിയ ആവേശത്തിലാണെന്ന് പറയാം. കഴിഞ്ഞ ദിവസം നടത്തിയ പ്രകടനങ്ങളിലെ ആൾക്കൂട്ടം അതിന് തെളിവാണ്. പക്ഷേ ശൈലജ നേടിയ ഭൂരിപക്ഷം നേടാനായില്ല എങ്കിൽ പാർട്ടിക്ക് വലിയ ക്ഷീണമാകും. സ്ഥാനാർത്ഥി നിർണയ യോഗത്തിൽ പങ്കെടുത്ത സെക്രട്ടേറിയറ്റ് അംഗമായ TK ഗോവിന്ദൻ ശൈലജയെ തോൽപ്പിക്കാനാണ് പേരാവൂരിൽ നിർത്തിയത് എന്ന് വെളിപ്പെടുത്തിയത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുകയാണ്. പാർട്ടി പറയുന്ന 2 ടേം നിബന്ധന, പേരാവൂർ മണ്ഡലം പിടിക്കാൻ ശൈലജയ്ക്ക് സാധിക്കൂ തുടങ്ങിയ വാദങ്ങൾ പാർട്ടി അണികൾ തൊണ്ട തൊടാതെ വിഴുങ്ങുന്നത് പോലെ പൊതുജനം വിശ്വസിക്കാൻ സാധ്യതയില്ല. ശൈലജയെ മാറ്റിയതുകൊണ്ട് മട്ടന്നൂരിലെ ഫലത്തെ കാര്യമായി ബാധിക്കില്ല എന്ന പ്രവർത്തകർക്ക് അറിയാം. ശൈലജയെ മാറ്റിയത് എന്തിന് എന്നാണ് മണ്ഡലത്തിൽ ഉയരുന്ന പ്രധാന ചോദ്യം. അതിന് പാർട്ടി പ്രവർത്തകർ നൽകുന്ന മറുപടി ഇങ്ങനെയാണ്: ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റിൽ ജയിക്കുക എന്നതാണ് പാർട്ടിയുടെ ലക്ഷ്യം. അതിന്റെ ഭാഗമായി ചേർന്ന് 3 ടേം നിബന്ധനയിൽ ഇളവ് നൽകിയതനുസരിച്ച് കെ ശൈലജയ്ക്കും ഇളവ് നൽകി. പേരാവൂരിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനെ തോൽപ്പിക്കണമെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ കെ ശൈലജയ്ക്ക് മാത്രമേ സാധിക്കൂ. മുൻപ് ഇതേ മണ്ഡലത്തിൽ ജയിച്ചിട്ടുള്ള ആളാണ് ശൈലജ. ശൈലജയെ തോൽപ്പിക്കാനല്ല, ജയിപ്പിച്ച് മണ്ഡലം പിടിക്കാനാണ് പേരാവൂരിൽ നിർത്തിയത്. മട്ടന്നൂരിൽ പൊതുപ്രവർത്തനത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആളാണ് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ്. ഓരോ മണ്ഡലത്തിലും ഏറ്റവും കരുത്തരായ സ്ഥാനാർത്ഥികളെ മാത്രം നിർത്തുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് പല യുവാക്കളെയും മാറ്റി നിർത്തേണ്ടി വന്നത്. അതുകൊണ്ടാണ് യുവ പ്രതിനിധി എന്ന നിലയിൽ VK സനോജിനെ കൂടുതൽ ജനസാധ്യതയുള്ള മണ്ഡലത്തിൽ നിർത്തിയത്. VK സനോജിന് ആമുഖത്തിന്റെ ആവശ്യമില്ലാതെ തന്നെ മണ്ഡലത്തിലെ ആളുകൾക്ക് പരിചിതമാണ്. അതുകൊണ്ട് തന്നെ പാർട്ടി പ്രവർത്തകർക്ക് പ്രചാരണം എളുപ്പമാണ്. മണ്ഡലത്തിലെ മുക്കിലും മൂലയിലും സനോജിന്റെ വലിയ ഫ്ലക്സുകളും ബാനറുകളും നിറഞ്ഞു കഴിഞ്ഞു. DYFI പ്രവർത്തകർ ഓരോ വീടും കയറിയിറങ്ങി പ്രചാരണം നടത്താൻ തുടങ്ങി. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിലെ പല പഞ്ചായത്തുകളിലും UDF മുന്നേറ്റം ഉണ്ടാക്കിയപ്പോൾ ഇളക്കം തട്ടാതെ LDFിനൊപ്പം നിന്നവരാണ് മട്ടന്നൂരിലെ ഭൂരിഭാഗം പഞ്ചായത്തുകളും. സംസ്ഥാന നേതൃത്വം നേരിട്ടാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം നയിക്കുന്നത്. VK സനോജിന് നൽകിയ അംഗീകാരം പോലും ശൈലജയ്ക്ക് നൽകാത്തതിൽ പാർട്ടി പ്രവർത്തകർ നിരാശരാണ്. സനോജ CPMനെ സംബന്ധിച്ചിടത്തോളം ഒരു അവിഭാജ്യ ഘടകമല്ല. എന്നിട്ടും പാർട്ടി അത്ര കരുതലോടുകൂടിയാണ് മട്ടന്നൂരിനെ കാണുന്നത്.
സണ്ണി ജോസഫ് ജയിക്കാനായി ജനിച്ചവനാണ് എന്ന് CPM-ന് അറിയാം. എന്നിട്ടും ശൈലജയെ എതിർ സ്ഥാനാർത്ഥിയാക്കി. മത്സരിക്കണമെങ്കിൽ പേരാവൂർ പാർട്ടി നേതൃയോഗത്തിന് ശേഷം പിണറായി വിജയന്റെ നിർദ്ദേശം അതായിരുന്നു. ഒടുവിൽ പാർട്ടി നിർദ്ദേശം ശൈലജ സ്വീകരിച്ചു. അതിനും കാരണമുണ്ട്. മട്ടന്നൂരില്ലെങ്കിൽ മത്സരിക്കുന്നില്ല, അതായിരുന്നു പാർട്ടി യോഗത്തിൽ ശൈലജയുടെ നിലപാട്. മട്ടന്നൂർ നൽകാനാകില്ലെന്ന് പാർട്ടിയും നിലപാടെടുത്തു. ടേം വ്യവസ്ഥയും കാരണമായി പറഞ്ഞു. അതേസമയം ശൈലജയെ മാറ്റി നിർത്തിയാൽ ദോഷം ചെയ്യുമെന്ന ചർച്ചയും വന്നു. അതോടെയാണ് പാർട്ടിക്ക് സ്വാധീനക്കുറവുള്ള പേരാവൂർ ചർച്ചയിൽ എത്തിയത്. എതിർ സ്ഥാനാർത്ഥി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ആണ് എന്നത് മത്സരത്തിന് VIP പരിവേഷം പകർന്നു. പാർട്ടി നിർദ്ദേശം സ്വീകരിക്കുന്നതിനപ്പുറം മത്സരത്തിൽ നിന്നും മാറി നിൽക്കുന്നത് ഭാവിയിൽ ദോഷം ചെയ്യുമെന്ന് അടുപ്പമുള്ളവരും ശൈലജയോട് പറഞ്ഞു. അതോടെ നിർദ്ദേശം ശൈലജ സ്വീകരിച്ചു. സണ്ണി വക്കീലും ശൈലജ ടീച്ചറും എത്തിയതോടുകൂടി പേരാവൂർ 2026 ഹോട്ട് സീറ്റായി. എന്താണ് പേരാവൂരിലെ ഇപ്പോഴത്തെ സ്ഥിതി? കുടിയേറ്റക്കാർ ഏറെയുള്ള പേരാവൂർ മണ്ഡലത്തിൽ കോൺഗ്രസിന് നല്ല വളക്കൂറുണ്ട്. ആ മണ്ണിൽ 2006 KK ശൈലജ മത്സരിച്ചപ്പോൾ CPM വേരുപിടിച്ചു. പിന്നീട് വളർച്ചയുണ്ടാകില്ല എന്ന് മാത്രം. ഇത്തവണ അതേ മണ്ണിലേക്ക് ശൈലജയെ വീണ്ടും അയക്കാൻ CPM തീരുമാനിച്ചത് കുടിയേറ്റ മേഖലയിൽ വേരുപിടിക്കുക എന്നതിനപ്പുറം സംസ്ഥാന തലത്തിൽ തന്നെ കടുത്ത പോരാട്ടത്തിന്റെ പ്രതീതി ഉണ്ടാക്കുക എന്നതുകൂടിയാണ്. നിലവിലെ സിറ്റിംഗ് MLA ആയ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ആയിരിക്കും മത്സരിക്കുന്നത് എന്ന് ഏറെക്കുറെ തീരുമാനമായി കഴിഞ്ഞു. ആ ഉറപ്പ് പാർട്ടി പ്രവർത്തകർ സണ്ണി ജോസഫിന് വോട്ട് ചെയ്യണമെന്ന അഭ്യർത്ഥിച്ച് ബാനറുകൾ സ്ഥാപിക്കുകയും ചെയ്തു. പിന്നീട് ഇത് എടുത്തുമാറ്റിയെങ്കിലും സണ്ണി ജോസഫ് തന്നെയാണ് മത്സരിക്കുന്നതെന്ന് പ്രവർത്തകർ ഉറപ്പിച്ചു കഴിഞ്ഞു. എല്ലാവരും ഉറപ്പിച്ചു കഴിഞ്ഞു. ഈ സാഹചര്യത്തിലാണ് മുൻ ആരോഗ്യമന്ത്രിയായ KK ശൈലജയെ പേരാവൂർ ഇറക്കുന്നത്. KR ഗൗരിയെയും VS-നെയും മുഖ്യമന്ത്രിയാക്കണമെന്ന് പറഞ്ഞാണ് ഇടതുപക്ഷം 2 തവണ വോട്ട് തേടിയത്. എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം ഗൗരിയമ്മയെയും അച്യുതാനന്ദനെയും ബലി കൊടുത്തു. യഥാർത്ഥത്തിൽ ആരോഗ്യമന്ത്രി ശൈലജയാണ് പിണറായിക്ക് ദുർഭരണം ഉറപ്പാക്കിയത്. ശൈലജയ്ക്ക് ആരോഗ്യമോ ധനമോ കിട്ടുമെന്ന് അവസാന നിമിഷം വരെ എല്ലാവരും പ്രതീക്ഷിച്ചു. എന്നാൽ സംസ്ഥാന കമ്മിറ്റി ചേരുന്നതിന് മുൻപ് തന്നെ പിണറായി തീരുമാനങ്ങൾ എടുത്തിരുന്നു. തന്റെ വിശ്വസ്തനായ കോടിയേരിയെ കൊണ്ടാണ് പിണറായി ചരട് വലിച്ചത്. മന്ത്രി പട്ടിക കമ്മിറ്റിയിൽ അവതരിപ്പിച്ചതും കോടിയേരിയാണ്. യഥാർത്ഥത്തിൽ കോടിയേരി പാർട്ടി സെക്രട്ടറി അല്ല. എന്നിട്ടും അദ്ദേഹം എങ്ങനെയാണ് പട്ടിക തയ്യാറാക്കിയതെന്ന് CPM നേതാക്കൾ പോലും അത്ഭുതപ്പെട്ടു. ശൈലജയുടെ വഴികാട്ടുകയായിരുന്നു പിണറായിയുടെ ലക്ഷ്യം. അവർ ടീച്ചറമ്മയെന്നും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെന്നും ചിലർ വിശേഷിച്ചപ്പോൾ അവർ അപകടം മനസ്സിലാക്കേണ്ടതായിരുന്നു. P ജയരാജന് സംഭവിച്ചതും ഇത് തന്നെയാണ്. ഓവർ സ്മാർട്ട് ആയാൽ അപകടം സംഭവിക്കുമെന്ന രാഷ്ട്രീയ ബാലപാഠമാണ് ഇതിലൂടെ വെളിപ്പെടുത്തുന്നത്. അതിനാൽ ഇക്കുറിയും ശൈലജ തോൽക്കാൻ പിണറായി ആഗ്രഹിക്കും, പ്രാർത്ഥിക്കും.